തിരുവനന്തപുരം നഗരസഭയിലെ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. LDF കൗൺസിലർ സിന്ധുവിന്റെ പരാതിയിലാണ് മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തുടങ്ങിയ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കെതിരെ സംഘം ചേരലിന് പോലീസ് സ്വമേധയാ കേസെടുത്തതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. BJP കൗൺസിലർമാരുടെ പുനർസത്യപ്രതിജ്ഞയിൽ ചട്ടം ലംഘിച്ച മേയർ VV രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF കൗൺസിലർമാർ ഓഫീസ് ഉപരോധിച്ചത്. എന്നാൽ പ്രതിഷേധക്കാരെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും നേതൃത്വത്തിൽ BJP നേതാക്കൾ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ LDF കൗൺസിലർ സിന്ധുവിന്റെ പരാതിയിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസെടുത്തു. പ്രതികാര നടപടിയെന്നോണം BJP കൗൺസിലർ ശ്രുതിയുടെ പരാതിയിൽ LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്, കൗൺസിലർമാരായ R ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം സംഘം ചേരലിന് എന്ന പേരിൽ മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. കൗൺസിലർ സുഗതൻ വിഷയത്തിലടക്കം കോൺഗ്രസ് ഇപ്പോഴും മൗനത്തിലാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ CPM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.